ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പടവലങ്ങ തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പടവലങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം ഉള്ളിലെ കുരുവൊക്കെ നീക്കി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തോരൻ്റെ അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഏകദേശം 1/2 കപ്പിനടുത്ത് തേങ്ങ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2 ചെറിയ അല്ലി ചേർക്കാം. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാളയുടെ പകുതി ചേർത്താലും മതിയാകും. ഞാനിപ്പോൾ ഒരു 6 ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. തേങ്ങ അരച്ചപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. ഇനി തേങ്ങയുടെ കൂട്ട് പടവലങ്ങയുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ പടവലങ്ങ തോരൻ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ എല്ലാം ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെജിറ്റേറിയൻ റെസിപ്പികളുടെയും നമ്മുടെ സദ്യ റെസിപ്പികളുടെയും പ്ലേലിസ്റ്റ് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. പാകത്തിന് പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നല്ല നാടൻ രീതിയിലുള്ള നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്